അല്ല, മാത്രം നിശ്ചിതമായി പറഞ്ഞു പ്രദേശവാസികൾ ഇന്നലെ വൈകുന്നേരം പോയപ്പോൾ ഫെൻസിംഗ് അവിടെ കണ്ടില്ല, പിന്നീട് എന്ന് ആക്ഷേപമുണ്ട് എന്നാണ്. എന്ന് നിങ്ങൾ ഏതോ ചാനൽ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാ പറഞ്ഞു. ചാനലിൽ കണ്ടിട്ടാണല്ലോ പറഞ്ഞത്. നിങ്ങൾ ഏതോ ഒരു ചാനലിൽ പ്രദേശവാസികൾ ഇത് നേരത്തെ അവിടെ ഫെൻസിംഗ് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ കൊടുത്തല്ലോ. അത് ഞാൻ റിപ്പീറ്റ് ചെയ്തതല്ലേ. അതിനങ്ങനെ ഞാൻ ഈ മരണത്തിൽ ഗൂഢാലോചനയുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇന്നലെ നമ്മൾ ചോദിച്ചപ്പോൾ മിനിസ്റ്റർ കൃത്യമായിട്ട് അങ്ങനെ തന്നെയായിരുന്നു പറഞ്ഞത്. അല്ലല്ല, നിങ്ങളെ രാത്രി 12 മണിക്ക് എടുത്ത് രാവിലെ പിന്നീടും കണ്ടിരുന്നല്ലോ. ഇല്ല, അപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്. അത് ട്വിസ്റ്റ് ഇത്തരമൊരു മരണം രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചല്ലോ. അല്ലെങ്കിൽ എങ്ങനെ ഇത് സർക്കാർ സ്പോൺസേഡ് മർഡറാണെന്ന് പറയുന്നതിന്റെ പിന്നിൽ എന്താണ്? അതെങ്ങനെയാ, ആ വിവരം എങ്ങനെയാണ് ഈ പറഞ്ഞവർക്ക് കിട്ടിയത്? അരമണിക്കൂറിന് മുമ്പ് 8-ക്കോ 9 മണിക്കോ സംഭവം ഉണ്ടായിട്ട് അരമണിക്കൂറിനകം അവരെന്താ പറഞ്ഞത്? ഇത് ഗവൺമെന്റ് സ്പോൺസേഡ് മർഡറാണെന്ന് പറഞ്ഞാൽ സർക്കാർ ഇത് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഒരാളെ കൊല്ലാൻ. അങ്ങനെ പറഞ്ഞതിനെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കും ഉത്കണ്ഠയില്ലല്ലോ. ശരി, അല്ല, നമ്മൾ വളരെ കാലമായി കർഷകർ ഉന്നയിച്ച ഒരു ആവശ്യമായിരുന്നു വെടിവെച്ച് കൊല്ലാനുള്ള അധികാരം പഞ്ചായത്തുകൾക്ക് നൽകണമെന്ന്. അത് വനസൗഹൃദ സദസ്സുകൾ നടത്തിയപ്പോൾ ഉയർന്നു വന്ന ഒരു ആവശ്യമായിരുന്നു. ആ ആവശ്യത്തിനനുസരിച്ച് നിലവിലുള്ള അധികാരം ഉപയോഗിച്ച് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് ഉള്ള അധികാരം മജിസ്ട്രേറ്റുമാരായി കണക്കാക്കിക്കൊണ്ട് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമാരായി നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിനെയും പഞ്ചായത്ത് സെക്രട്ടറിയെയും കണക്കാക്കി ആ അധികാരം അവർക്ക് കൊടുത്തുകൊണ്ട് വെടിവെക്കാൻ അധികാരം കൊടുത്തു. അപ്പോഴെന്താ വന്നത്? ഇതിനു വേണ്ടി കൊടുക്കുന്ന വെടിവെക്കാൻ വേണ്ടി കൊടുക്കുന്ന ഓണററിയം കുറഞ്ഞുപോയി. അത് 3000-ആയി വർദ്ധിപ്പിച്ചു. ഡെഡ് ബോഡി സംസ്കരിക്കുന്നതിനുള്ള പണം വളരെ കുറവാണ്. അത് 2000-ആക്കി വർദ്ധിപ്പിച്ചു.